back to Language Hub. Today we will discuss listening part A. Part A is easy to solve. So, we previously already reading already video upload that's speaking module handle discuss So, now we discuss listening part A. So, candidates listening നന്നായിട്ട് ചെയ്തു പാട്ട് അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് പാട്ടിൽ ഫുൾ ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ട് പക്ഷേ റിസൾട്ട് വന്നപ്പോൾ 340 ആയിപ്പോയി അല്ലെങ്കിൽ ബിലോ 300 ആയിപ്പോയി എന്നൊക്കെ പറയാറുണ്ട് സോ അപ്പോൾ അവർ പറയുന്നത് ചിലപ്പോൾ സി പാർട്ട് ചെയ്തതൊക്കെ റോങ് ആയി പോയിട്ടുണ്ടാവാം എന്ന് പറയാറുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ചിലപ്പോൾ നമ്മൾ സി പാർട്ട് ചെയ്തതൊക്കെ റോങ് ആയിരിക്കാം അല്ലെങ്കിൽ നമ്മൾ സി പാർട്ട് ചെയ്തതൊക്കെ കുറേയൊക്കെ കറക്റ്റ് ആയിരുന്നായിരിക്കാം പക്ഷേ പാർട്ട് എയിൽ കുറേ മിസ്റ്റേക്സ് വന്നിട്ടും ഉണ്ടാവാം സോ പാർട്ട് നമുക്ക് എന്താണ് അങ്ങ് ഫുൾ ബ്ലൈൻഡായിട്ട് നമുക്ക് പാർട്ട് നമ്മൾ ചെയ്തതെല്ലാം കറക്റ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ നമുക്ക് എറർസ് വരുത്താൻ പറ്റും എറർസ് വന്നിട്ടുണ്ടാകും അതായത് നമ്മൾ പറഞ്ഞ ആൻസർ ആയിരിക്കത്തില്ല നമ്മൾ എഴുതിയിട്ടുണ്ടാവുക സോ ഇങ്ങനത്തെ പ്രോബ്ലംസ് എങ്ങനെ എലിമിനേറ്റ് ചെയ്യാം എന്തൊക്കെ റീസൺസും കൊണ്ട് നമുക്ക് മാർക്സ് പോവാം അതൊക്കെ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം പിന്നെ നമുക്ക് എങ്ങനെ പാട്ടേ കറക്റ്റായിട്ട് ചെയ്യാമെന്നുള്ളത് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം സോ ആദ്യമേ ഇതൊരു ബിഗിനറാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പാട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ലിസണിങ്ങിൻ്റെ എന്നുള്ളത് പറയാം മാർക്ക് എങ്ങനെയാണെന്നുള്ളതും കൂടെ ആദ്യം പറയാം എന്നിട്ട് നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം സോ പാർട്ടിൽ നമുക്ക് ലിസണിങ്ങിൽ നമുക്ക് 3 പാർട്സ് ആണുള്ളത് പാർട്ട് എ പാർട്ട് ബി ആൻഡ് പാർട്ട് സി ഇനി ലിസണിങ്ങിൽ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ 42 ആണ് അതിന് ഈ പറഞ്ഞ പോലെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് പാർട്ട് എയിൽ 24 ക്വസ്റ്റ്യൻസ് ഉണ്ട് പാർട്ട് ബിയിൽ 6 ക്വസ്റ്റ്യൻസ് ഉണ്ട് പാർട്ട് സിയിൽ 12 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് പാർട്ട് എ കോൺവെർസേഷൻ ആണ് ഇവിടെ 24 ക്വസ്റ്റ്യൻസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് രണ്ട് എക്സ്ട്രാക്ട്സ് ആയിട്ടാണ് ഡിവൈഡ് ആയിട്ടുള്ളത് എക്സ്ട്രാക്ട് 1ഉം എക്സ്ട്രാക്ട് 2 എക്സ്ട്രാക്ട് 1ൽ നമുക്ക് 12 ക്വസ്റ്റ്യൻസ് ഉണ്ട് എക്സ്ട്രാക്ട് 2ൽ നമുക്ക് 12 ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ 12 + 12 24 അങ്ങനെയാണ് നമുക്ക് 24 ക്വസ്റ്റ്യൻസ് വരുന്നത് ഇവിടെ ഈ പാർട്ട് എയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു കോൺവെർസേഷൻ ആണ് ഒരു ഹെൽത്ത് പ്രൊഫഷണലും ഒരു പേഷ്യൻറ്റും തമ്മിലുള്ള കോൺവെർസേഷൻ ആയിരിക്കും അപ്പോൾ 2 എക്സ്ട്രാക്ട് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ഈ 2 എക്സ്ട്രാക്റ്റും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഒന്നാമത്തെ എക്സ്ട്രാക്റ്റ് ഒരു കാർഡിയോളജിസ്റ്റും ഒരു പേഷ്യൻറ്റും സംസാരിക്കുകയാണെങ്കിൽ കോൺവെർസേഷൻ ആണെങ്കിൽ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഒരു ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റും വേറൊരു പേഷ്യൻറ്റും തമ്മിലുള്ള കോൺവെർസേഷൻ ആയിരിക്കും അപ്പോൾ രണ്ടും എൻറ്റയർലി ഡിഫറെൻറ്റ് ടോപ്പിക്സ് ആയിരിക്കും ഇനി ഇവിടെ നമുക്ക് ഓർക്കുക നമുക്ക് ഇവിടെ ഹെൽത്ത് പ്രൊഫഷണലും പേഷ്യൻറ്റുമാണ് സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞു കോൺവെർസേഷൻ ഈസ് ബിറ്റ്വീൻ എ ഹെൽത്ത് പ്രൊഫഷണൽ ആൻഡ് എ പേഷ്യൻ്റ് അല്ലേ അപ്പോൾ ഈ ഹെൽത്ത് പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഒരു ഡോക്ടർ ആവാം നേഴ്സ് ആവാം ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ് ആവാം അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റ് ആവാം ഫാർമസിസ്റ്റ് ആവാം അപ്പോൾ എനി ഹെൽത്ത് പ്രൊഫഷണൽ ആൻഡ് എ പേഷ്യൻ്റ് തമ്മിലുള്ള കോൺവെർസേഷൻ ആയിരിക്കും അപ്പോൾ നമുക്കിനിയും ഇതെങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളത് നോക്കാം സോ നമ്മളിവിടെ സാധാരണ പൊതുവേ ചില കാൻഡിഡേറ്റ്സ് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ മെത്തേഡ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല അവർ ജസ്റ്റ് ഇത് റീഡ് ചെയ്യുന്നു ഓഡിയോ പ്ലേ ചെയ്യുന്നു ആൻസേഴ്സ് എഴുതുന്നു കുറേ ആൻസേഴ്സ് എഴുതും കുറേ ആൻസേഴ്സൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും ഇനി എഴുതിയ ആൻസേഴ്സിനകത്ത് കുറേ വേർഡ്സൊക്കെ കറക്റ്റ് ആയിരിക്കും കുറേ വേർഡ്സൊക്കെ റോങ് ആയിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് സംഭവിക്കാറുള്ളത് അപ്പോൾ നമുക്ക് തെറ്റിക്കാതെ മാക്സിമം റൈറ്റ് ആൻസേഴ്സ് എങ്ങനെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ എങ്ങനെ നമുക്ക് കിട്ടാം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് റൈറ്റ് ആൻസേഴ്സിലേക്ക് വരാമെന്നുള്ളത് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറയുന്നത് ഇവിടെ പ്രഡിക്ഷൻ മെത്തഡാണ് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുക അസ്യൂം ചെയ്യുക അല്ലെങ്കിൽ അസംഷൻ മെത്തഡ് എന്ന് പറയും നമ്മളിവിടെ എന്ത് ചെയ്യുക അസ്യൂം ചെയ്യുക അപ്പോൾ നമ്മളിവിടെ ഓരോ ഡാഷ് കാണുമ്പോഴും ഈ ഡാഷിൽ എന്തായിരിക്കും ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുക അസ്യൂം ചെയ്യുക അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാനായിട്ട് അവർ നമുക്ക് ആദ്യം ഒരു 30 സെക്കൻഡ്സ് തരും ആ 30 സെക്കൻഡ്സിനുള്ളിൽ നമ്മൾ ഈ 1 to 12 വരെ റീഡ് ചെയ്തിട്ട് നമ്മൾ ഓടി വരാനായിട്ട് വെയിറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഈ 1 to 12 വരെ റീഡ് ചെയ്യുമ്പം തന്നെ അവിടെ എന്ത് ആൻസർ ആയിരിക്കും ബെസ്റ്റായിട്ട് ഫിറ്റ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക അസ്യൂം ചെയ്യുക പ്രഡിക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ചിന്തിച്ച ആൻസർ ആയിരിക്കണമെന്ന് അവർ പറയുന്നത് ബട്ട് ഇറ്റ്സ് ഫൈൻ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുക ഓക്കെ അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് പറയാം അപ്പോൾ ഇവിടെ ആൻസേഴ്സ് പ്രഡിക്റ്റ് ചെയ്യുമ്പോൾ ഒരു ആൻസർ അല്ല നിങ്ങൾക്ക് മൾട്ടിപ്പിൾ വേർഡ്സ് ചിന്തിക്കാം മൾട്ടിപ്പിൾ ആൻസേഴ്സ് ചിന്തിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ മൾട്ടിപ്പിൾ കാര്യങ്ങളൊന്ന് ചിന്തിച്ച് വെക്കുക ഓക്കെ ഇനി ഇവിടെ പൊതുവെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കിവിടെ ആൻസേഴ്സ് വരുമ്പം അത് കീവേഡിന് ശേഷമായിരിക്കാം ആൻസർ വരുന്നത് അല്ലെങ്കിൽ കീവേഡിന് മുൻപിലും വരാം കീവേഡിന് ശേഷമാണ് ആൻസർ വരുന്നതെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ എളുപ്പമായിരിക്കും പക്ഷേ കീവേഡിന് മുൻപെയാണ് ആൻസർ വരുന്നതെങ്കിൽ ആ വേർഡ് കഴിഞ്ഞിട്ടായിരിക്കും കീവേഡ് വരുന്നത് അപ്പോൾ നമ്മൾ അവിടെ വെച്ചാണ് നമ്മൾ സ്റ്റക്കായി പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ആൻസേഴ്സ് വരാനായിട്ട് മാത്രം വെയിറ്റ് ചെയ്യില്ല ചില കാൻഡിഡേറ്റ്സ് ഉണ്ട് ആൻസർ വരാൻ വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യുന്ന ആളുണ്ട് അതിൽ തന്നെ ഫോക്കസ് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ എന്ത് സംഭവിക്കും കീവേഡ് മാത്രം ഫോക്കസ് ചെയ്തിരിക്കുമ്പോൾ കീവേഡിന് മുമ്പ് ആൻസർ വന്നിട്ടുണ്ടാകും അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഫോക്കസ് ചെയ്യണം ആൻസറിന് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം ഫോക്കസ് ചെയ്യണം പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കൂട്ടത്തിൽ ഈ പറയുന്ന കാര്യം എന്താണ് അവർ പറയുന്ന മാറ്റർ എന്താണെന്ന് മനസ്സിലാക്കി പോവുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആൻസർ ലൊക്കേറ്റ് ചെയ്യാനും പറ്റും നമ്മുടെ ആൻസേഴ്സ് ഒന്നും റോങ് ആവത്തുമില്ല ഓക്കെ സോ അതുകൊണ്ട് നിങ്ങൾ ഓഡിയോ കേൾക്കുമ്പം പറയുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുക ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുമ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ഓരോ വേർഡ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ ആദ്യമേ ഇവിടെ പറയുന്നുണ്ട് ക്വസ്റ്റ്യനിൽ ആദ്യമേ തന്നിട്ടുണ്ടാവും നമ്മൾ
ഈ കോൺവെർസേഷൻ ആരൊക്കെ തമ്മിലാണെന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റിന് തന്നെ പറയുന്നുണ്ട്, യു ഹിയർ എ കാർഡിയോളജിസ്റ്റ് ടോക്കിംഗ് ടു എ പേഷ്യൻറ്റ് കോൾഡ് റോസി ക്ലാക്സൺ. സോ റോസി ക്ലാക്സൺ എന്നുള്ള പേഷ്യൻറ്റും കാർഡിയോളജിസ്റ്റ്, അപ്പോൾ ആരാണ് ഹെൽത്ത് പ്രൊഫഷണൽ? കാർഡിയോളജിസ്റ്റ്. അപ്പോൾ നമുക്ക് കാർഡിയോളജിസ്റ്റിന് ആ ഒരു ഹെൽത്ത് പ്രൊഫഷണൽ റോൾ നോക്കുക. ഇപ്പോൾ ഫാർമസിസ്റ്റ് ആകുമ്പോൾ നമുക്കറിയാം അല്ലേ, മെഡിസിൻ കൊടുക്കുന്ന ആൾ, മെഡിസിൻ അഡ്വൈസ് കൊടുക്കുന്ന ആളാണ് ഫാർമസിസ്റ്റ്. കാർഡിയോളജിസ്റ്റ് ആണെങ്കിലോ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്ടറാണ് അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ആളുടെ പ്രൊഫഷൻ വെച്ചിട്ട് ആ കോൺവെർസേഷൻ എന്തിനെക്കുറിച്ചായിരിക്കുന്നത് ആദ്യമേ നമ്മളൊന്ന് ഗസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കാർഡിയോളജിസ്റ്റ് ആകുമ്പോൾ എന്തായിരിക്കും പേഷ്യൻ്റ് എന്തായാലും ഒരു ഹാർട്ട് റിലേറ്റഡ് കംപ്ലയിൻറ്റ് തന്നെ ആയിരിക്കും പേഷ്യൻ്റ് ഇവിടെ പറയാൻ വരുന്നത് അല്ലേ. ഇനി ഒരു പൾമോണോളജിസ്റ്റ് ആണെങ്കിലോ അപ്പോൾ ചെസ്റ്റ് റിലേറ്റഡ് അല്ല, അല്ലെങ്കിൽ ഈ പറയുന്ന ലങ്സിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ലൈക്ക് എന്തെങ്കിലും ലൈക്ക് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്തോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അവിടെ സംസാരിക്കാൻ പോകുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഓൾറെഡി നമുക്കിതൊന്ന് ഗസ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ പറയുന്നുണ്ട്, റോസി ക്ലാക്സൺ ആണ് പേഷ്യൻ്റെ നെയിം, ഹു ഹാസ് ബിൻ റെഫേർഡ് ഫ്രം ദി ഹോസ്പിറ്റൽസ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പം ഹോസ്പിറ്റലിൻ്റെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് കാർഡിയോളജിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. കംപ്ലീറ്റ് ദ നോട്ട്സ് വിത്ത് എ വേർഡ് ഓർ ഷോർട്ട് ഫ്രേസ്. യു ഹാവ് 30 seconds ടു ലുക്ക് അറ്റ് ദി നോട്ട്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ആൻസേഴ്സ് എഴുതുമ്പോൾ 1 വേർഡിൽ അല്ലെങ്കിൽ ഷോർട്ട് ഫ്രേസിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കാൻഡിഡേറ്റ്സ് ഡൗട്ട് വരാറുണ്ട്, 1 വേർഡ് ആണോ അല്ലെങ്കിൽ ഷോർട്ട് ഫ്രേസ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് ചോദിക്കാറുണ്ട്. അപ്പം 1 വേർഡ് എന്ന് പറയുമ്പോൾ 1 വേർഡ് അല്ലേ. ഷോർട്ട് ഫ്രേസ് എന്ന് പറയുമ്പോൾ മാക്സിമം 3 വേർഡ്സ് ആണ് നമുക്ക് എഴുതാൻ പറ്റുന്നത്. 1 വേർഡിൽ അല്ലെങ്കിൽ 1, 2 അല്ലെങ്കിൽ 3 വേർഡ്സിൽ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഗ്രാമർ പാർട്ടൊന്നും നമുക്ക് വേണ്ട, നമ്മൾ എന്ത് ചെയ്താൽ മതി, വേർഡ്സ് മാത്രം എഴുതിയാൽ മതി. ഇപ്പോൾ ഹൈപ്പർ ടെൻഷൻ ആണ് ആൻസർ എങ്കിൽ ഹൈപ്പർ ടെൻഷൻ 1 വേർഡ് ആയില്ലേ. പക്ഷേ പേഷ്യൻ്റ് പറയുന്നത് പേഷ്യൻ്റ് ഡയബറ്റീസ് മെലിറ്റീസ് ഉണ്ടെന്ന് പറയുവാണെങ്കിലോ അപ്പോൾ 2 വേർഡ്സ് ആയില്ലേ. അങ്ങനെ ഈ വേർഡ്സ് മാത്രം നമ്മളിവിടെ എഴുതിയാൽ മതി, വേറെ കാര്യങ്ങളൊന്നും ഇവിടെ ആവശ്യമില്ല. ഇനി നമുക്ക് നോക്കാം പേഷ്യൻ്റ് എന്താണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് റീഡ് ചെയ്യുക, റീഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ അസ്യൂം ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്, പേഷ്യൻ്റെ പേരെന്താണ്, റോസി ക്ലാക്സൺ ആണെന്ന് പറയുന്നുണ്ട്. ഓൺസെറ്റ് ഓഫ് സിംറ്റംസ് ജൂലൈയിലാണ്. അപ്പോൾ ജൂലൈയിൽ സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്തു. അവർ ഓഫ് ഡൾ ലേക്ക് ഇൻ ഡാഷ്. അപ്പോൾ അവർ ഓഫ് ഡൾ ലേക്ക്, അപ്പം ഈ പേഷ്യൻറ്റിന് ഡൾ ലേക്ക് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം പെയിൻ ഉണ്ട്, ഡൾ ലേക്കാണെന്ന് പറയുന്നുണ്ട്. അപ്പം ഏക്ക് എന്ന് പറയുന്നത് പെയിൻ ആണല്ലേ. അപ്പം നമ്മൾ ഓർക്കുക, നമ്മൾ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ഏക്ക് എന്നൊക്കെ പറയും, പക്ഷേ ഓഡിയോയിൽ നമുക്ക് അവർ ഏക്ക് എന്ന് പറയണമെന്നില്ല. ഓക്കെ, ഏക്കിന് പകരം വേറെ എന്തെങ്കിലും പെയിൻ എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ഇത് സെയിം വേർഡ് അവർ യൂസ് ചെയ്യത്തില്ല, അവർ സിനോണിം ആയിരിക്കും യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവർ പാരഫ്രൈസ് ചെയ്തിട്ടായിരിക്കും പറയുന്നത്. ഓക്കെ, അപ്പോൾ ഐ ഹാവ് ഡൾ പെയിൻ അല്ലെങ്കിൽ എന്താ പറയുക, യെസ്റ്റർഡേ ഐ ഫെൽറ്റ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആയിരിക്കും പറഞ്ഞു വരുന്നത്. അപ്പം എപ്പോഴും ഓർക്കുക, ഇത് പാരഫ്രൈസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സിനോണിമസ് ആയിരിക്കും ഇവിടെ നമുക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, അവർ ഓഫ് ഡൾ ലേക്ക് ഇൻ ഡാഷ്. അപ്പം എവിടെ ആയിരിക്കും, അപ്പോൾ ഹാർട്ട് റിലേറ്റഡ് എവിടെയൊക്കെ പെയിൻ വരാം, ഹാർട്ട് കംപ്ലയിൻ്റ് ആണെങ്കിൽ എവിടെയെല്ലാം പെയിൻ വരാം നമുക്കറിയാം. പെയിൻ ചെസ്റ്റ് റീജിയനിൽ പെയിൻ വരാം, നെക്കിലും പെയിൻ വരാം അല്ലേ, നെക്കിൽ ഗ്രിപ്പിംഗ് പെയിൻ ഫീൽ ചെയ്യാം. പിന്നെ എവിടെ പെയിൻ വരും, ഷോൾഡറിൽ പെയിൻ വരാം. അപ്പോൾ അങ്ങനെ പലയിടത്തായിട്ട് നമുക്ക് പെയിൻ വരാനായിട്ട് ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഓഡിയോയിൽ ഈ ലേഡിക്ക് എവിടെയാണ് പെയിൻ വരുന്നത് നമുക്ക് നോക്കാം. Rosie, the emergency doctors sent me your details, but perhaps you could just tell me in your own words what's brought you here today. Sure. Well, about 6 weeks ago in July, I noticed I was getting a sort of a dull ache around my shoulder blades. I do a lot of... സോ ലേഡി പറഞ്ഞത് എന്താണ്, ലേഡി പറഞ്ഞത് പുള്ളിക്കാരിക്ക് ഷോൾഡർ ബ്ലേഡ്സിലാണ് ഡൾ ഏക്ക് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ ലൊക്കേഷൻ എവിടെയാണ്, ഷോൾഡർ ബ്ലേഡ്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്, ഷോൾഡർ ബ്ലേഡ്സ് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ ഷോൾഡർ എന്ന് എഴുതാം അല്ലെങ്കിൽ ഷോൾഡർ ബ്ലേഡ്സ് എന്ന് എഴുതാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വന്ന് നോക്കാം. അട്രിബ്യൂട്ടഡ് ടു സ്പെൻഡിങ് ടു ലോങ് അറ്റ് ഹർ ഡെസ്ക്. അപ്പം പുള്ളിക്കാരി എന്താണ്, ടു ലോങ് അറ്റ് ഹർ ഡെസ്ക് എന്ന് പറയുമ്പോൾ എന്താണ്, പുള്ളിക്കാരി ഒരുപാട് ഇരുന്ന് പണി ചെയ്യുന്ന ആളായിരിക്കും അല്ലേ. അട്രിബ്യൂട്ടഡ് സ്പെൻഡിങ് ടു ലോങ് അറ്റ് ഹർ ഡെസ്ക് എന്ന് പറയുമ്പോൾ എന്താണ്, ഇരുന്ന് പണി ചെയ്യുന്ന ഒരാളാണെന്ന് നമുക്ക് മനസ്സിലായി. ഈ ലാസ്റ്റ് സൺഡേയിൽ എന്ത് സംഭവിച്ചു, ഓൺ എക്സേർഷൻ നോട്ടീസ്ഡ് ഡാഷ്. അപ്പം പുള്ളിക്കാരി ട്രിപ്പിനോ എക്സേർഷനോ പോയപ്പോൾ എന്ത് സംഭവിച്ചു, പുള്ളിക്കാരി നോട്ടീസ് ചെയ്തു ഡാഷ് ഇൻ ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്. അപ്പം പുള്ളിക്കാരി കയ്യിലും കാലിലൊക്കെ എന്തോ നോട്ടീസ് ചെയ്തു. അപ്പോൾ ഓർക്ക് നമുക്കപ്പോൾ ഒരു ഡൗട്ട് വരാം, നമ്മൾ ചിന്തിച്ച ആൻസർ തന്നെ ആയിരിക്കണോ അവർ ഓഡിയോയിൽ പറയുന്നത് എന്ന് നമുക്ക് ഡൗട്ട് വരാം. പക്ഷേ ശ്രദ്ധിക്കുക, നമ്മൾ ചിന്തിച്ച ആൻസർ ആണ് പറയുന്നതെങ്കിൽ നമുക്ക് ആൻസർ അറ്റൻഡ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. പക്ഷേ നമ്മൾ ചിന്തിച്ച ആൻസർ അല്ല പറയുന്നതെങ്കിൽ എന്താണ്, അപ്പോഴും കുഴപ്പമില്ല, നമുക്ക് ആ വേർഡല്ല നമ്മൾ ചിന്തിച്ച ആൻസർ അല്ല വേറെ എന്തെങ്കിലും പറയുന്നതെങ്കിലും നമ്മുടെ ഇയേഴ്സ് ഭയങ്കര കീനായിരിക്കും ആ ഒരു പെർട്ടിക്കുലർ ആൻസർ കേൾക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആൻസർ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിച്ച കാര്യം തന്നെ ആയിരിക്കും ആൻസർ എന്നുള്ളത് ഓർത്ത് വെറിഡ് ആവണ്ട. ഓക്കെ, നമുക്ക് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് എന്തായാലും പറ്റും. അപ്പോൾ നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. ഓൺ എക്സേർഷൻ നോട്ടീസ് ഡാഷ് ഇൻ ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്. അപ്പോൾ ഈ കാർഡിയാക് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ കയ്യിലും കാലിലും ഫീൽ ചെയ്യാം, അതായത് എന്തെങ്കിലും സെൻസേഷൻസ് വരാം അല്ലെ, എന്തെങ്കിലും സെൻസേഷൻ വരാം, അല്ലെങ്കിൽ പിന്നെ എന്താണ് സ്വെല്ലിങ് അല്ലെ, ഇൻഫ്ലമേഷൻ അല്ലെ, എഡിമ വരാം, അല്ലെ പിന്നെ എന്തായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സ്വെറ്റിംഗ് ആവാം അല്ലേ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു സിംറ്റം ആയിരിക്കും നമ്മൾ ഈ ഹാൻഡ്സിലും ഫീറ്റിലും ഒരു ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻറ്റ് കാണുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഓഡിയോയിൽ നോക്കാം അവരെന്താ പറയാൻ പോകുന്നത് നോക്കാം.
of desk work, and I just thought it was because I was, spending too long in that one position. I didn't really think anything of it. But then we went out for the day last Sunday to a place by the sea. We often go there, but this time when we walked up the hill to the lighthouse, the ache got worse and I came out in a cold sweat. I mean, I've never had that before and it was strange. So I came out with cold sweat എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്നുകൂടെ ആ പാട്ടൊന്ന് പ്ലേ ചെയ്യാം. When we walked up the hill to the lighthouse, the ache got worse and I came out in a cold sweat. I mean, I've never had that before and it was strange. It seemed just to affect my hands and the soles of my feet. അപ്പോൾ അവർക്ക് കോൾ സ്വെറ്റ് ഉണ്ടായെന്ന് പറയുന്നു. എന്നിട്ട് അവർ കുറച്ച് കഴിഞ്ഞിട്ട് അവർ 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അവർ പറയുന്നത് ഇറ്റ് അഫക്റ്റഡ് ഓൺ മൈ ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്. അപ്പം കണ്ടോ, അവർ ആൻസർ ഓൾറെഡി വന്നിട്ട് കുറച്ച് വേർഡ്സ് പറഞ്ഞതിന് ശേഷമാണ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് വന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമ്മൾ കീവേഡ് മാത്രം ഒരുപാട് ഫോക്കസ് ചെയ്യാതെ പറയുന്ന മാറ്ററും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്ത് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? കോൾഡ് സ്വെറ്റ് ആണ്. കോൾഡ് സ്വെറ്റ്. അപ്പോൾ ഇവിടെയും ചില കാൻഡിഡേറ്റ്സ് ചോദിക്കാറുണ്ട് വെറും സ്വെറ്റ് എഴുതിയാൽ പോരെ, എന്തുകൊണ്ടാണ് 2 വേർഡ്സ് എഴുതുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഓർക്കുക, ഇവിടെ നമുക്ക് ലൈക്ക് ഇപ്പോൾ ബാഡ് നോസിയ പേഷ്യൻ്റ് പറയുകയാണെങ്കിൽ എനിക്ക് ബാഡ് നോസിയ ഉണ്ടെന്ന് പറയുവാണെങ്കിൽ ബാഡ് എഴുതണ്ട. ബാഡ് എഴുതാൻ നോസിയ മാത്രം നമ്മൾ കൊടുത്താൽ മതി. അഡ്ജക്റ്റീവ് പാർട്ട് വേണ്ട, നമുക്ക് നോസിയ മാത്രം എഴുതിയാൽ മതി. ഓക്കെ. പക്ഷേ കോൾഡ് സ്വെറ്റ് അത് ടൈപ്പ് ഓഫ് സ്വെറ്റ് ആണ്. അപ്പോൾ കോൾഡ് സ്വെറ്റ് എന്നുള്ള എഴുതണം. അല്ലെങ്കിൽ കഫാണെങ്കിൽ പേഷ്യൻ്റ് പറയുകയാണ് ഐ ഹാവ് ബാഡ് കഫ്. അപ്പോൾ ബാഡ് കഫ് എന്ന് പറയുമ്പോൾ ബാഡ് എഴുതേണ്ട, കഫ് എന്ന് എഴുതിയാൽ മതി. പക്ഷേ അവിടെ പറയുവാണ് ഐ ഹാവ് ഡ്രൈ കഫ്. ഡ്രൈ കഫ് എന്ന് പറയുവാണെങ്കിൽ അത് ടൈപ്പ് ഓഫ് കഫാണ്. അപ്പം ഡ്രൈ കഫ് എന്ന് തന്നെ എഴുതണം. അങ്ങനെ നമ്മളിത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ പുള്ളിക്കാരി പറയുന്നത് എന്താണ്? കോൾഡ് സ്വെറ്റ് എന്ന്. അപ്പോൾ വെറും സ്വെറ്റ് എന്ന് എഴുതാൻ പറ്റത്തില്ല, കോൾഡ് സ്വെറ്റ്. അല്ലെങ്കിൽ ഹോട്ട് ഫ്ലഷസ് എന്ന് പറയുമ്പോൾ ഫ്ലഷസ് എന്ന് എഴുതാൻ പറ്റില്ല, വെറും അങ്ങനെ എഴുതി തെറ്റാണ്. ഹോട്ട് ഫ്ലഷസ് തന്നെ നമ്മളവിടെ എഴുതേണ്ടി വരും. ഓക്കെ, എനിവേസ് അപ്പോൾ ഈ ലേഡിക്ക് കോൾഡ് സ്വെറ്റാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനി ഹാൻഡ്സ് ആൻഡ് സോൾ ഓഫ് ദ ഫീറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ചിലപ്പോൾ ഈ ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് എന്ന് പറയാം, അവർക്ക് എക്സ്ട്രീമിറ്റീസ് എന്നും പറയാം, അല്ലെങ്കിൽ ലിംസ് എന്നും പറയാം. അപ്പോൾ ലിംസും ഹാൻഡ്സും ഫീറ്റും സെയിം ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, തേർഡ് വന്ന് നോക്കാം. ഡാഷ് ആൻഡ് ബ്രെത്ത്ലെസ്നെസ്. അപ്പോൾ പുള്ളിക്കാർക്ക് ബ്രെത്ത്ലെസ് ആയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ബ്രെത്ത്ലെസ് ആവണമെങ്കിൽ ശ്വാസം മുട്ടൽ അല്ലേ. അപ്പോൾ ബ്രെത്ത്ലെസ്സിൻ്റെ കൂടെ പൊതുവെ എന്തായിരിക്കും ഉണ്ടാകുന്നത്? ഡിസീനെസ് ആവാം അല്ലേ, അല്ലെങ്കിൽ എന്തായിരിക്കും ഷിവറിങ് ആവാം, അല്ലെങ്കിൽ എന്തായിരിക്കാം നോസിയ ആവാം, അല്ലെങ്കിൽ വോമിറ്റിംഗ് ആവാം അല്ലേ. ഇങ്ങനെയുള്ള സിംറ്റംസ് ആയിരിക്കും ബ്രെത്ത്ലെസ്സിൻ്റെ കൂടെ പൊതുവെ വരാറുള്ളത്. അപ്പോൾ നമുക്ക് ആ സിംറ്റം എന്താണെന്ന് നോക്കാം. I also felt this really bad nausea. I've never had that before either. Anyway, my husband noticed that I was panting and puffing, which is unusual for me. അപ്പോൾ പുള്ളിക്കാരി ബാഡ് നോസിയ ഉണ്ടായിരുന്നു, അത് അൺയൂഷ്വൽ ആണെന്ന് പറയുന്നു. എന്നിട്ട് എന്ത് പറഞ്ഞു? ഹസ്ബൻഡ് ആണെങ്കിൽ എന്ത് നോട്ടീസ് ചെയ്തു? പുള്ളിക്കാരി പാൻറ്റിങ് ആൻഡ് പഫിങ് ചെയ്യുന്നത് നോട്ടീസ് ചെയ്തു. പാൻറ്റിങ് ആൻഡ് പഫിങ് എന്താണ്? അണയ്ക്കുക എന്ന് പറയും. ഓക്കെ, അല്ലെങ്കിൽ എന്താണ്? ബ്രെത്ത്ലെസ് എന്ന് പറയും. അപ്പോൾ ബ്രെത്ത്ലെസ്സിന് നമ്മൾ എന്താ പറയുന്നത്? പാൻറ്റിങ് ആൻഡ് പഫിങ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ബ്രെത്ത്ലെസ് ആണ്. അപ്പോൾ ഇവിടെ കണ്ടു അവർ സിനോണിമസ് ആയിട്ട് ടേംസ് യൂസ് ചെയ്തല്ലേ. അപ്പം പാൻറ്റിങ് ആൻഡ് പഫിങ് എന്ന് പറഞ്ഞാൽ ബ്രെത്ത്ലെസ് ആണ്. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞത് എന്താണ്? ബാഡ് നോസിയയും കൂട്ടത്തിൽ ഹസ്ബൻഡ് എന്താ നോട്ടീസ് ചെയ്തു? ഈ പറഞ്ഞ പാൻറ്റിങ് ആൻഡ് പഫിങ്. അപ്പോൾ ബ്രെത്ത്ലെസ് ഓൾറെഡി ക്വസ്റ്റനിൽ വന്നിട്ടുണ്ട്. സോ ആ വേർഡ് നമ്മൾ ആൻസർ റിപ്പീറ്റ് ചെയ്യേണ്ട. നമ്മൾ ക്വസ്റ്റനിലുള്ള വേർഡ് ആൻസറിൽ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, നമുക്ക് മാർക്ക് പോകും. നമ്മൾ ആൻസർ മാത്രം എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് അവർ പറഞ്ഞത്? അവർക്ക് ബാഡ് നോസിയ ഉണ്ടായിരുന്നു. അപ്പോൾ ബാഡ് എന്നുള്ള വേർഡ് വേണ്ട, നോസിയ മാത്രം മതി. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് എഴുതാം? നോസിയ എന്നുള്ളത് നമ്മൾ കൊടുത്താൽ മതി. ഓക്കെ, നോസിയ. ഓക്കെ, നോസിയ. ഇനി ഡാഷ് സെൻസേഷൻ ഇൻ ബോത്ത് ആംസ്. അപ്പോൾ പുള്ളിക്കാരിയുടെ 2 ആംസിലും എന്തൊരു സെൻസേഷൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ എന്ത് സെൻസേഷൻ ആവാം? അപ്പോൾ ഓൾറെഡി ഇവിടെ സെൻസേഷൻ വന്നുകൊണ്ട് തന്നെ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റിൽ എന്ത് വരത്തില്ല? സെൻസേഷൻ അവിടെ വരത്തില്ല. അപ്പോൾ അവിടെ വേറെ കാര്യങ്ങൾ വരുള്ളൂ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ 4th ക്വസ്റ്റിനിൽ സെൻസേഷൻ പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ സെൻസേഷൻ വരാം? ടിംഗ്ലിംഗ് വരാം, നംനെസ് വരാം അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ പിൻസ് ആൻഡ് നീഡിൽസ്, പ്രിക്കിങ്, ഇങ്ങനെയുള്ള സെൻസേഷൻസ് ആയിരിക്കും പൊതുവെ വരാറുള്ളത്. അപ്പോൾ ഈ ഓഡിയോയിൽ അവർ ഏത് സെൻസേഷനാണ് പറയുന്നത് നമുക്ക് നോക്കാം. ഇനി വേർഡ് സെൻസേഷൻ തന്നെ ഓഡിയോയിൽ പറയണമെന്നില്ല, വേറെ എന്തെങ്കിലും ടേംസ് ആയിരിക്കും അവർ ചിലപ്പോൾ യൂസ് ചെയ്യുന്നത്. Then both arms started to get this sort of tingling feeling. So anyway, I was a bit worried about this. അപ്പോൾ പുള്ളിക്കാരുടെ ബോത്ത് ആംസിലും ടിംഗ്ലിംഗ് ഫീലിംഗ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫീലിംഗ് തന്നെയാണ് സെൻസേഷൻ. ഓക്കെ, അപ്പോൾ ടിംഗ്ലിംഗ് ആണ് പുള്ളിക്കാരിക്ക് ഫീൽ ചെയ്തതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് പ്രഡിക്റ്റ് ചെയ്തിട്ട് ആൻസേഴ്സ് ചെയ്യുവാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പമായിരിക്കും ലിസണിങ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് റെസ്റ്റ് നോക്കാം. ഇപ്പോൾ ലാസ്റ്റ് മൺഡേയിൽ എന്ത് സംഭവിച്ചു? പുള്ളിക്കാർ ജി പിനെ കാണാൻ പോയി. ജി പി ഫൗണ്ട് സോർ ഏരിയ സജസ്റ്റിംഗ് എ ഡാഷ് പ്രോബ്ലം. അപ്പോൾ ജി പി അവിടെ എന്ത് ചെയ്തു? ജി പി പുള്ളിക്കാരുടെ കേസിൽ കുറച്ച് സോർ ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്തു, സജസ്റ്റിംഗ് എ ഡാഷ് പ്രോബ്ലം. അപ്പോൾ എന്തായാലും പുള്ളിക്കാരിക്ക് ആ വരുന്ന പ്രോബ്ലം എവിടെയായിരിക്കും?
അല്ല പെയിൻഫുൾ ഏരിയാസ് കണ്ടുപിടിച്ചു അല്ല സോർ ഏരിയാസ് കണ്ടുപിടിച്ചെങ്കിൽ അതെന്തായാലും എന്തെങ്കിലും മസിലിലായിരിക്കും അല്ല മസിൽസിലായിരിക്കും എന്തായാലും സ്കിന്നിൻ്റെ ഇൻസൈഡിൽ അല്ലേ മസിൽസിലായിരിക്കും പ്രോബ്ലം ഉണ്ടാകുക. അപ്പോൾ അത് ഏത് പ്രോബ്ലം ആണെന്ന് നമുക്ക് നോക്കാം. Wondered if I'd got a bug or something because I'm normally very fit. Right. So on Monday, I went along to my GP. He had a look at me and he found that the areas where I was feeling the ache were a bit sore. So he thought it was probably some sort of musculoskeletal thing. മസ്ക്യുലോ സ്കെൽറ്റൽ തിങ് എന്നുള്ളത് ഇവിടെ പ്രോബ്ലം ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ തിങ് എന്നുള്ള വേർഡ് ശരിക്കും ലൈക്ക് പ്രോബ്ലം എന്നുള്ള രീതി തന്നെയാണ്. അപ്പോൾ എന്ത് പ്രോബ്ലമാണ്? മസ്ക്യുലോ സ്കെലറ്റൽ. ഓക്കെ, മസ്ക്യുലോ ആണ്, മസ്ക്യുലാർ അല്ല, മസ്ക്യുലോ. ഓക്കെ, മസ്ക്യുലോ സ്കെലറ്റൽ തിങ് എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. മസ്ക്യുലോ സ്കെലറ്റൽ മാത്രം നമ്മളിവിടെ എഴുതിയാൽ മതി. ഇനി 6 വന്ന് നോക്കാം. ഡാഷ് അപ് നോർമൽ റെഫർ ടു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അവിടെ വെച്ച് എന്തോ ചെയ്തപ്പം പുള്ളിക്കാർക്ക് എന്തോ ഒരു ടെസ്റ്റ് ചെയ്തപ്പോൾ എന്താണെങ്കിൽ എന്തോ ഒരു അസസ്മെൻറ്റ് ചെയ്തപ്പോൾ പുള്ളിക്കാർക്ക് നോർമാലിറ്റി ഉണ്ട്. അപ്പോൾ എമർജൻസിയിലോട്ട് റെഫർ ചെയ്തു. അപ്പോൾ തൊട്ട് താഴെ പറയുന്നുണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, ചെസ്റ്റ് എക്സ്റേ ചെയ്തു, BP ചെയ്തു, എല്ലാം നോർമലാണ്. അപ്പോൾ ബ്ലഡ് ടെസ്റ്റും ചെസ്റ്റ് എക്സ്റേയും ചെയ്തു എന്ന് പറയുന്നത് നോർമലാണെന്ന് പറഞ്ഞു, BP നോർമലാണെന്ന് പറയുന്നു. അപ്പോൾ BP എന്താണ്? ബ്ലഡ് പ്രഷർ എന്നുള്ള വൈറ്റൽ സയൻസ് അല്ലേ. അപ്പോൾ നമ്മൾ ഓരോ വേർഡ്സ് ശ്രദ്ധിക്കണം. അബ്നോർമൽ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ BP നമ്മൾ പൊതുവേ വൈറ്റൽ സയൻസ് ഇപ്പോൾ BPയോ റെസ്പിറേറ്ററി റേറ്റോ എന്തെങ്കിലും ആയിക്കോട്ടെ അതൊക്കെ നമ്മൾ പൊതുവേ നമ്മൾ അബ്നോർമൽ പറയും, പക്ഷേ ഒരുപാട് പറയില്ല. നമ്മൾ പൊതുവേ വൈറ്റൽ സയൻസ് എന്താണ്? അൺസ്റ്റേബിൾ ആണ്, എലിവേറ്റഡ് ആണ്, വേരിഡ് ആണ്, ഇങ്ങനത്തെ ടേംസാണ് പൊതുവേ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അബ്നോർമലും പറയും, പക്ഷെ കുറവാണ്. നമ്മൾ അബ്നോർമൽ കൂടുതൽ എവിടെയായിരിക്കും യൂസ് ചെയ്യുന്നത്? ടെസ്റ്റ് റിസൾട്ട്സ് ആണ്. ടെസ്റ്റ് റിപ്പോർട്ട്സിൽ എന്തെങ്കിലും പ്രശ്നമുള്ളപ്പോഴാണ് നമ്മൾ അബ്നോർമൽ പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെ ടെസ്റ്റ് ചെയ്തു? ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, നോർമലാണ്. ചെസ്റ്റ് എക്സ്റേ ചെയ്തു, നോർമലാണ്. അപ്പം പിന്നെ വേറെ ഏത് ടെസ്റ്റ് ആയിരിക്കും അബ്നോർമൽ ആവുക? അപ്പം നമുക്കറിയാം ഹാർട്ട് റിലേറ്റഡ് ഏതൊക്കെ ടെസ്റ്റ് ഉണ്ട്? ECG ഉണ്ട്. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചിന്തിക്കേണ്ട, സിമ്പിളായിട്ടുള്ള ചിന്തിച്ചാൽ മതി. കാരണം ഇത് പേഷ്യൻ്റ് ലാംഗ്വേജ് അല്ലേ, പേഷ്യൻ്റാണ് കൺവേ ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി ഡിഫിക്കൽട്ടായിട്ടുള്ള ടെസ്റ്റുകളൊന്നും ആയിരിക്കത്തില്ല, സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും അല്ലേ. അപ്പോൾ ECG ആവാം, എക്കോ ആവാം. അപ്പോൾ ഇതിലേതാ പറയുന്നത് നമുക്ക് നോക്കാം. But by this time, I was also feeling it in my chest. So he said just to be on the safe side, he needed to do an ECG. He did that straight away and something wasn't quite right. So he said I needed to go to the emergency department. പുള്ളിക്കാരുടെ ECG ചെയ്തു. എൻ്റെ പുള്ളിക്കാർ പറഞ്ഞാൽ സംതിങ് വാസ് നോട്ട് റൈറ്റ്. അപ്പോൾ വാസ് നോട്ട് റൈറ്റ് എന്നുള്ളതാണ് ഇവിടുത്തെ അബ്നോർമൽ. അപ്പോൾ എന്ത് ടെസ്റ്റാണ് ചെയ്തത്? ECG. ഇനി ECG എന്നുള്ള ഇവിടെയും ആളുകൾക്ക് ഡൗട്ട് അടിക്കാറുണ്ട്. ECG ആണോ എഴുതേണ്ടത് അല്ലെങ്കിൽ ഇലക്ട്രോ കാർഡിയോഗ്രാം ആണോ എഴുതേണ്ടത് എന്ന് എപ്പോഴും ഡൗട്ട് വരാറുണ്ട്. സിസി നമ്മുടെ ആൻസേഴ്സ് അബ്രിവേറ്റ് ചെയ്യാൻ പാടില്ല. നമുക്ക് ECG അല്ല വേറെ വേർഡ്സ് ഓക്കെ ലൈക്ക് ഇപ്പം ഹൈപ്പർ ടെൻഷന് പകരം നമുക്ക് HT എന്ന് എഴുതാൻ പറ്റത്തില്ല, അത് റോങ് ആണ്. അല്ലെങ്കിൽ ഡയബറ്റിക് മെലിറ്റീസിന് പകരം DM എന്ന് എഴുതാൻ പറ്റില്ല, ഡയബറ്റിക് മെലിറ്റീസ് തന്നെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ എവിടെയാണ് നമുക്ക് അബ്രിവേഷൻ പറ്റുന്നത്? ഓഡിയോ ലെവർ അബ്രിവേഷൻസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അബ്രിവേഷൻസ് അങ്ങനെ എഴുതിയാൽ മതി, അത് എക്സ്പാൻഡ് ചെയ്യേണ്ട. പക്ഷേ ഓഡിയോ ലെവർ അബ്രിവേഷൻസ് യൂസ് ചെയ്യുന്നില്ല എങ്കിൽ നമ്മളും അബ്രിവേറ്റ് ചെയ്യാൻ പാടില്ല, നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് തന്നെ എഴുതാം. അപ്പോൾ ഇവിടെ ECG എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്കിവിടെ ECG എഴുതാൻ പറ്റുന്നത്. അതുപോലെ ഇതൊരു ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയറാണ്, സ്റ്റാൻഡേർഡ് പ്രൊസീജിയറാണ്, അതുകൊണ്ടാണ് നമുക്ക് ECG തന്നെ കൊടുക്കാൻ പറ്റുന്നത്. പക്ഷേ അവർ ആ സമയം ഇലക്ട്രോ കാർഡിയോഗ്രാം തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും സേഫ് നമ്മൾ ഇലക്ട്രോ കാർഡിയോഗ്രാം തന്നെ എഴുതുന്നതായിരിക്കും. ഓക്കെ, അവിടെ ഇവിടെ ECG പറഞ്ഞുകൊണ്ട് നമുക്ക് ECG കൊടുക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇനിയും നെക്സ്റ്റ് നോക്കാം. 7th വന്ന് നോക്കാം. ഡാഷ് ട്രിഗർ ചെസ്റ്റ് പെയിൻ റെഫർ ടു കാർഡിയോളജിസ്റ്റ്. അപ്പോൾ ഈ എമർജൻസി വെച്ചിട്ട് എന്താണ് ഇവിടെ എമർജൻസിയിലോട്ട് റെഫർ ചെയ്തു എന്ന് പറയുന്നു. അപ്പോൾ എമർജൻസി വെച്ചിട്ട് എന്ത് ചെയ്തു? എമർജൻസിയിൽ ഇരുന്നപ്പം ഇവരെന്തോ ചെയ്തു, അത് ചെയ്തപ്പോൾ എന്താണ് അവർക്ക് കണ്ടീഷൻ ട്രിഗറായി. അപ്പം കാർഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടു. അപ്പോൾ ഇവിടെ ഓൾറെഡി പറയുന്നുണ്ട് അല്ലേ, എമർജൻസിനാണ് കാർഡിയോളജിസ്റ്റിനെ കാണാൻ വന്നതെന്ന് പറയുന്നുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോൾ എന്താണ് ഇവിടെ പുള്ളിക്കാരിക്ക് എന്തോ ചെയ്തപ്പോൾ എന്ത് ചെയ്യുമ്പോഴായിരിക്കും? അപ്പം ചിലപ്പം ഈ പറഞ്ഞ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ചിലപ്പോൾ എന്തെങ്കിലും കാർഡിയക് എക്സസൈസോ അല്ലെങ്കിൽ എന്തെങ്കിലും എയറോബിക് എക്സസൈസോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്തപ്പോഴായിരിക്കും ശരിക്കും പുള്ളിക്കാരുടെ കണ്ടീഷൻ ട്രിഗർ ആയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അത് ഏത് ടെസ്റ്റാണ് നമുക്ക് നോക്കാം. That's when I started to get a bit scared, really. Anyway, they did lots of tests, you know, blood tests, a chest x-ray, blood pressure, and apparently everything was normal. But then they said I needed to have something called a stress test. I didn't even get to finish that one before the pain in my chest came on again, but this time even worse than before. If you want to become a pro... ഓക്കെ, സോ ഇവിടെ എന്താണ് പറയുന്നത്? ഇവിടെ പറയുന്നത് പുള്ളിക്കാരി ഈ പറയുന്ന എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് വെച്ചിട്ട് പുള്ളിക്കാരിക്ക് ഈ ബ്ലഡ് ടെസ്റ്റൊക്കെ നോർമലായിരുന്നു, പക്ഷേ ഒരു ടെസ്റ്റ് ചെയ്തില്ല, സ്ട്രെസ്. ആ ടെസ്റ്റ് പകുതി പോലും ചെയ്യാൻ പറ്റിയില്ല. അതിന് മുമ്പ് തന്നെ പുള്ളിക്കാരിക്ക് എന്ത് സംഭവിച്ചു? അതിന് മുമ്പ് തന്നെ പുള്ളിക്കാരിക്ക് പെയിൻ ട്രിഗർ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ വേഴ്സൺ പെയിൻ ആണ്. ഇപ്പോൾ വേഴ്സൺ പെയിൻ ആണ് ട്രിഗേർഡ് ചെസ്റ്റ് പെയിൻ. ഓക്കെ, വളരെ വഷളായിപ്പോയി എന്ന് പറയുന്നു. അപ്പോൾ ഏത് ടെസ്റ്റാണ് ചെയ്തത്? സ്ട്രെസ് ടെസ്റ്റ്. ഓക്കെ, സ്ട്രെസ് ടെസ്റ്റാണ് പുള്ളിക്കാരി ചെയ്തത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 8 നമുക്ക് നോക്കാം.
ഗോസ് ഡാഷ് ആൻഡ് സർഫിങ് റെഗുലർലി. അപ്പം പുള്ളിക്കാരി എന്താണ് ജനറൽ ഹെൽത്തിൽ പുള്ളിക്കാരി എന്തൊരു കാര്യം ചെയ്യുന്നുണ്ട്, സർഫും ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സർഫിങ് എന്താണ്, നമ്മൾ ഈ പറയുന്ന പോലെ ബീച്ചിലൊക്കെ പോയിട്ട് വേവ്സിൻ്റെ മേളിൽ സ്കേറ്റിംഗ് ചെയ്യുന്നതിനാണ് നമ്മൾ സർഫിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരി അത്ര അഡ്വഞ്ചറസ് ആയിട്ട് ചെയ്യുന്ന കാര്യം. അപ്പോൾ ഇപ്പുറത്തെ ഡാഷ് എന്ത് തന്നെയായിരിക്കും, അതുപോലെയുള്ള ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റി ആയിരിക്കും. അതായത് അപ്പോൾ പിന്നെ ഇൻഡോർ ആക്ടിവിറ്റി ഒന്നും ആയിരിക്കത്തില്ല, ക്യാരം ബോർഡോ അങ്ങനത്തെ ക്യാരം ഗെയിംസ് ഒന്നും ഇൻഡോർ ആക്ടിവിറ്റീസ് ആയിരിക്കത്തില്ല, ഔട്ട്ഡോർ ആക്ടിവിറ്റി തന്നെ ആയിരിക്കാം അപ്പുറത്തെ ഡാഷിനും വരുന്നത്. നമുക്ക് നോക്കാം. Just did something wasn't quite right, and there might be something wrong with my heart, that I needed to see someone about it straight away, so they sent me on to you. Good. Well, I can understand this has all come as something of a shock to you, but I'm sure we can sort something out for you. How's your general health? You look pretty fit. Yes, I get lots of exercise, horse riding every week and boogie boarding in the surf with my daughter. I don't smoke. വൂബി കൂട്ടി സർഫ് വിത്ത് മൈ ഡോട്ടർ അല്ലേ. അപ്പോൾ സർഫ് ചെയ്യുന്ന കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് എന്താ പറഞ്ഞത്, ഹോഴ്സ് റൈഡിങ് അല്ല. പുള്ളിക്കാരി ഹോഴ്സ് റൈഡിംഗ് എന്നാണ് പോകുന്നത്. ഓക്കെ, ഹോഴ്സ് റൈഡിങ്. ഓക്കെ, ഇനിയും നോൺ സ്മോക്കറാണ്. അതുപോലെ എന്താ പറഞ്ഞിരിക്കുന്നത്, BMI 25 ആണ്, നോർമൽ ഡാഷ്. അപ്പോൾ പുള്ളിക്കാരി ഓൾറെഡി നോൺ സ്മോക്കറാണ്, സ്മോക്ക് ചെയ്യാത്ത ആളാണ്. BMI 25 മീൻസ് നോർമലാണ് അല്ലേ. പിന്നെ ഇപ്പോൾ നോർമൽ വെയിറ്റ് എന്ന് പിന്നെയും പറയുമോ, ഇല്ല, കാരണം BMI ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും നോർമൽ വെയിറ്റ് എന്നുള്ള വരത്തില്ല, വേറെ എന്തെങ്കിലും ബോഡി ഫങ്ഷൻസ് എന്തെങ്കിലും, അതായത് ബ്ലഡ് ഷുഗറോ ഷുഗർ ലെവൽ നോർമൽ ആണെന്നോ കൊളസ്ട്രോൾ നോർമൽ ആണെന്നോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഇവിടെ പറയാൻ പോകുന്നത്. നമുക്ക് നോക്കാം. And I checked my BMI at the gym. That's 25, so fine. So is my cholesterol. I've never had problems there. സോ മൈ കൊളസ്ട്രോൾ അല്ലേ. അപ്പം എന്താണ് പുള്ളിക്കാരി കൊളസ്ട്രോളും എന്താണ് നോർമൽ ആണെന്ന് പറയുന്നത്. കാരണം BMI നോർമലാണ്, അതുപോലെ എൻ്റെ കൊളസ്ട്രോളും നോർമൽ ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം പിന്നെ എന്താണ് അവിടെ ആൻസർ എന്തായിരിക്കും, കൊളസ്ട്രോൾ. ഓക്കെ, നോ ഫാമിലി ഹിസ്റ്ററി ഓഫ് ഹാർട്ട് ഡിസീസ്. ഇനി അടുത്ത് നോക്കാം. പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട്, മാരീഡ്, 1 daughter, വർക്ക്സ് ആസ് എ ഡാഷ്. ഇപ്പോൾ പുള്ളിക്കാരി മാരീഡ് ആണ്, ഒരു മോളുണ്ട്. ഇനി പുള്ളിക്കാരുടെ പ്രൊഫഷൻ ആണ് അവിടെ പറയുന്നത്, വർക്ക്സ് ആസ് എ. അപ്പോൾ എ തന്നിട്ടുണ്ട്. അപ്പം പുള്ളിക്കാരുടെ ജോലി എന്താണ്. അപ്പോൾ ആദ്യമേ ഞാനതാ പറഞ്ഞു, ഇവിടുത്തെ ഓരോ വേർഡ്സ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരി എന്താ ചെയ്യുന്നത്, അട്രിബ്യൂട്ടഡ് ടു സ്പെൻഡിങ് ടു ലോങ് ടൈം അറ്റ് ഹർ ഡെസ്ക് അല്ലേ. അതായത് ഒരുപാട് ടൈം ഡെസ്കിൽ അല്ലെങ്കിൽ ഇരുന്ന് പണി ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷൻ ഏതാണ് അത് നോക്കണം. അപ്പോൾ ഇരുന്ന് പണി ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാണ്, അക്കൗണ്ടൻ്റ് ഉണ്ട്, ക്ലർക്കുണ്ട്, മാനേജറുണ്ട്, റിസപ്ഷനിസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ IT അല്ലെ, എൻജിനീയേഴ്സ് ആവാം, IT ഫീൽഡിലുള്ള, അല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും, റിപ്പോർട്ടർ ആവാം, പിന്നെ അതുപോലെയുള്ള ജോബ്സുകൾ ആയിരിക്കും അല്ലേ. ഇനിയും ഇവിടെ എന്താണ്, വല്ല ഓൺലൈൻ ടീച്ചർ ആവാം. അപ്പോൾ ഇവിടെ എന്താണ്, വർക്ക്സ് ആസ് എ തന്നിട്ടുണ്ട്. അപ്പോൾ എ എന്താണ് നമുക്കറിയില്ലേ, എയും ഉണ്ട് ആനും ഉണ്ട് അല്ലേ. ഇതെന്താണ്, നമ്മുടെ ആർട്ടിക്കിൾസ് ആണ് അല്ലേ. അപ്പോൾ എ വരുമ്പോൾ എപ്പോഴാണ് നമ്മൾ എ എന്നുള്ള ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നത്, നമ്മുടെ ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ നമ്മുടെ വേർഡില്ലേ, വേർഡിൻ്റെ വേർഡിൻ്റെ സൗണ്ട് കോൺസണൻറ്റ് സൗണ്ട് ആണെങ്കിൽ നമ്മൾ എന്തായിരിക്കും യൂസ് ചെയ്യുന്ന ആർട്ടിക്കിൾ എ ആയിരിക്കും. ഇനി ആ വേർഡിൻ്റെ സൗണ്ട് വവൽ സൗണ്ടിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും, ആൻ യൂസ് ചെയ്യില്ല. ആർട്ടിക്കിൾ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ ആ വേർഡിൻ്റെ സൗണ്ട് നോക്കില്ല. ഇപ്പോൾ കോൺസണൻറ്റ് സൗണ്ട്, കോൺസണൻറ്റ് ഏതൊക്കെയാണ്, BCD, അതൊക്കെ കോൺസണൻറ്റ് സൗണ്ട്സ്. ചിലപ്പോൾ അങ്ങനത്തെ സൗണ്ട്സ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എ യൂസ് ചെയ്യും. ഇനി വവൽ സൗണ്ട്, വവൽ ഏതൊക്കെയാണ്, AEIOU അല്ലേ. ഇപ്പോൾ വവൽ സൗണ്ട് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആൻ യൂസ് ചെയ്യും അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ തന്നിരിക്കുന്നത്, വർക്ക്സ് ആസ് എ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ പറയാൻ പോകുന്ന ജോബ് എന്തായിരിക്കും, കോൺസണൻറ്റ് സൗണ്ടിൽ തുടങ്ങുന്ന വേർഡായിരിക്കും. അപ്പോൾ ഏതൊക്കെ വേർഡ്സ് വരാം, അപ്പോൾ പിന്നെ നമുക്ക് എന്താണ്, അക്കൗണ്ടൻ്റ് അല്ലേ. എ അക്കൗണ്ടൻ്റ് എന്ന് പറയില്ല, ആൻ അക്കൗണ്ടൻ്റ് എന്ന് പറയുള്ളൂ. ഇപ്പോൾ അക്കൗണ്ടൻ്റ് എന്നുള്ള വേർഡ്, എൻജിനീയർ എന്നുള്ള വേർഡ്, ഇതൊക്കെ നമുക്ക് കളയാം. പിന്നെ റിമൈനിങ്, അതായത് മാനേജർ, ക്ലർക്ക്, റിസപ്ഷനിസ്റ്റ്, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഈ കോൺസണൻറ്റ് സൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ജോബായിരിക്കും അവർ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അത് ഏതാണെന്നുള്ളത്. Any history of heart disease in the family? None. Excellent. And your family situation? I'm married with just the one daughter who's 18 now. She's off to university this year. I love my job. I'm a reporter. It can sometimes be quite stressful. ഐ എം എ റിപ്പോർട്ടർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആൻസർ എന്താണ്, റിപ്പോർട്ടർ. ഓക്കെ, അപ്പോൾ അവരൊരു റിപ്പോർട്ടറാണ്. ഓക്കെ, ഇനി മെഡിക്കൽ ഹിസ്റ്ററി പറയുന്നുണ്ട്. ഫോളോയിങ് റുട്ടീൻ സ്ക്രീനിങ് 4 years ago. അപ്പം പുള്ളിക്കാർക്ക് എന്തോ ഒരു കാര്യത്തിന് റുട്ടീൻ സ്ക്രീനിങ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പൊതുവേ നമ്മൾ സ്ക്രീനിങ് ചെയ്യുന്ന എന്തിനായിരിക്കും, എന്തെങ്കിലും ഡെഡ്ലി ഡിസീസസൊക്കെ നമ്മൾ സ്ക്രീനിങ് ചെയ്യാറുള്ളൂ അല്ലേ. അപ്പോൾ പൊതുവേ നമുക്ക് ഇവിടെ എന്തായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും ക്യാൻസർ പോലത്തെ എന്തെങ്കിലും കണ്ടീഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റോ ആയിരിക്കും അവരുടെ പറയാൻ പോകുന്നത്. ഫോളോഡ് ബൈ, അപ്പോൾ അതിൻ്റെ വേറൊരു ട്രീറ്റ്മെൻറ്റും കൂടെ ആയിരിക്കും അവിടെ പറയാൻ പോകുന്നത്. നോക്കാം നമുക്ക്. I've covered some pretty tragic events over the years, but I've always thought of myself as quite resilient. But actually, well, even before this latest problem, my self-confidence did take a bit of a knock because I had to have a mastectomy 4 years ago. It came as a... ഇപ്പോൾ പുള്ളിക്കാരി എന്താണ് 4 years ago മസ്റ്റെക്ടമി ചെയ്തു എന്നാണ് പറയുന്നത്. ഇപ്പോൾ മസ്റ്റെക്ടമി പ്രൊസീജിയർ ചെയ്തു. bit of a shock.
I just had a routine check, so I suppose I was lucky it was spotted in time, but it really knocked me for six, especially the chemotherapy afterwards. It took me a long time to get over it, not so much physically, it was more that it was lurking at the back of my mind. അപ്പോൾ പുള്ളിക്കാരിക്ക് എന്താ ചെയ്തത്, അതിന് ഈ മസ്റ്റർഡ് ക്രീം കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്തു, പുള്ളിക്കാരി കീമോതെറാപ്പി ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പം കീമോതെറാപ്പി എന്നുള്ള ട്രീറ്റ്മെൻറ്റാണ് പുള്ളിക്കാരി ഇവിടെ ചെയ്തത്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. ഇത് വളരെ ഈസിയാണ്. നമ്മൾ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പ്രഡിക്റ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ആൻസേഴ്സ് നമ്മൾ ഫില്ല് ചെയ്ത് പോകാനായിട്ട്. ഓക്കെ, ഇനിയും ഈ ഒരു മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് മാറും. ഇനി നമുക്ക് എവിടെയാണ് എറേഴ്സ് വരുന്നത്? സോ നമുക്ക് ചില ക്വസ്റ്റ്യൻസിനകത്ത് നമുക്ക് ഓഡിയോ വരുമ്പോൾ ആർട്ടിക്കിൾ വെച്ചിട്ടുണ്ടാകും. ലൈക്ക് ഐ വർക്ക്, ഇവിടെ പറഞ്ഞല്ലേ ഐ ആം എ റിപ്പോർട്ടർ എന്ന് പറഞ്ഞു. അപ്പം എ റിപ്പോർട്ടർ, അപ്പം ക്വസ്റ്റിനകത്ത് എ ഇല്ല, ആർട്ടിക്കിൾ തന്നിട്ടില്ല, ജസ്റ്റ് ഐ ആം റിപ്പോർട്ടർ എന്നുള്ള രീതിയിൽ ഐ ആം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷീ ഈസ് എന്ന് പറഞ്ഞ ഡാഷ് ആണെങ്കിൽ ഷീ ഈസ് എ റിപ്പോർട്ടർ നമ്മൾ ഓഡിയോയിൽ എ വരുന്നുണ്ട്. അപ്പോൾ എ തന്നെ ഇട്ട് വേണം നമ്മളത് ഫില്ല് ചെയ്യാനായിട്ട്. അപ്പോൾ ആർട്ടിക്കിൾസ് നമ്മൾ ശ്രദ്ധിക്കുക. ആർട്ടിക്കിൾസ് ഓഡിയോയിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യനിൽ ആർട്ടിക്കിൾ ഇല്ലെങ്കിൽ, അത് കറക്റ്റായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നില്ല എങ്കിൽ അവിടെ നമ്മളത് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇ സി ജിയുടെ അവിടെ പുള്ളിക്കാരി ആൻ ഇ സി ജി എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ക്വസ്റ്റിൻ്റെ ഡിസൈൻ അനുസരിച്ചിട്ട് എന്തായിരുന്നു, ഡാഷ് തന്നിരുന്ന ഡാഷ് അപ് നോർമലിനാണ്. അപ്പോൾ ആൻ ഇ സി ജി അപ് നോർമൽ പറയത്തില്ല, ഇ സി ജി അപ് നോർമലിനെ പറയുള്ളൂ. പക്ഷേ ഈ പറയുന്ന ഇതുപോലെ ഇപ്പോൾ ഇവിടെ വർക്ക്സ് ആസ് അല്ലേ, ഇങ്ങനെ വേർഡ്സ് വന്നിട്ടായിരുന്നു ഡാഷ് വന്നിരുന്നത്. അപ്പോൾ അവിടെ പിന്നെ എന്ത് വേണം, ഒരു ആർട്ടിക്കിൾ എന്തായാലും അവിടെ വരും. ഇങ്ങനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്താൽ മതി. ഇനി വേർഡ്സ് എൻഡിങ് ശ്രദ്ധിക്കണം. അതായത് എൻഡിങ്ങിൽ പ്ലൂറൽ ഫോമിലാണോ സിംഗുലർ ഫോമിലാണോ ആ വേർഡ് അവസാനിക്കുന്നതെന്ന് നോക്കണം. ആ ആൻസർ എങ്ങനെയാണ് അവസാനിച്ചിരിക്കുന്നത് നോക്കണം. പ്ലൂറൽ ഫോമിലാണ് അവർ പറയുന്നത്, എന്നിട്ട് നമ്മളത് സിംഗുലർ ഫോമിൽ എഴുതി വെച്ചെങ്കിൽ മാർക്ക് പോയി, നമുക്ക് 0 വരുള്ളൂ. അല്ലെങ്കിൽ അവർ സിംഗുലർ ഫോമിൽ പറഞ്ഞു, നമ്മൾ പ്ലൂറൽ ഫോമിൽ എഴുതിയാലും നമ്മുടെ മാർക്ക് പോകും. സോ എൻഡിങ് കൃത്യമായിട്ട് നിങ്ങൾ കേൾക്കുക. ഇനി നിങ്ങൾ കുറച്ച് മനസ്സിലാക്കണേ. അതായത് നമുക്കറിയാം അല്ലേ, ഇപ്പോൾ പ്ലൂറൽ ഫോമിലാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് എസ് എ കാണുള്ളൂ, അല്ലെങ്കിൽ എന്തായിരിക്കും ആ പ്ലൂറൽ ഫോമിൻ്റെ സ്പെല്ലിങ്ങിൽ ഇ എസ് ആയിരിക്കും, അല്ലെങ്കിൽ ഇ എസ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും ആ പ്ലൂറൽ ഫോമിലേക്ക് മാറാം അല്ലേ. ഇപ്പോൾ ബുക്കാണെങ്കിൽ ബുക്കിൻ്റെ ബുക്സിലോട്ടാക്കുമ്പോൾ എന്തായിരിക്കും, ഒരു എസ് മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ ഇപ്പം സപ്പോസ് ഇപ്പം റോഡ്, ഓക്കെ, അല്ലെങ്കിൽ റോഡി, ഓക്കെ, റോഡി ആണെങ്കിലോ അത് നമ്മളെങ്ങനെ എഴുതും, റോഡീസിന് എഴുതും എങ്ങനെ, ROADIES എന്ന് വരും അല്ലേ. അപ്പം ഇതുപോലെ സ്പെല്ലിങ്ങിൽ എന്താണ് പ്ലൂറൽ ഫോമിലേക്ക് മാറുമ്പോൾ ചിലപ്പോൾ എസ്സോ ഇ എസ്സോ IES ആയിരിക്കും. അപ്പോൾ അത് ഏതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതിനെക്കുറിച്ച് നമ്മൾ വേറൊരു സെഷനിൽ, നമുക്ക് വേറൊരു വീഡിയോയിൽ ഞാനത് പറഞ്ഞുതരാം, എങ്ങനെയാണ് നമ്മൾ സിംഗുലർ ഫോമിൽ നിന്ന് പ്ലൂറൽ ഫോമിലോട്ട് വരുമ്പോൾ സ്പെല്ലിംഗ് എങ്ങനെയാണ് ചേഞ്ച് ആവുന്നതെന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, ഇനി നിങ്ങൾ ഇവിടെ നോക്കേണ്ട വേറൊരു കാരണം വെച്ചാൽ, ഒരു കാരണവശാലും നിങ്ങൾക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് എറർ വരാൻ പാടില്ല. സ്പെല്ലിംഗ് മിസ്റ്റേക്സ് വരുവാണെങ്കിൽ, അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് നിങ്ങൾക്ക് എറേഴ്സ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഉറപ്പായിട്ട് നിങ്ങളുടെ മാർക്ക് 0 ആയിപ്പം. അപ്പോൾ നിങ്ങൾ എറേഴ്സ് ഒരിക്കലും വരുത്താതിരിക്കുക, സ്പെല്ലിംഗ് മിസ്റ്റേക്സ് വരുത്താതിരിക്കുക. ഇനി നമുക്ക് ഡ്രഗ് നെയിം എഴുതുമ്പം അതിലൊരു ചെറിയ ലെറ്റർ മാറിപ്പോയി. ഇപ്പം ഐബുപ്രൊഫൻ, അപ്പോൾ അതിനകത്ത് നമ്മൾ ഐബുപ്രൊഫനകത്ത് ഇപ്പം ലൈക്ക് ഇക്ക് പകരം എ ഇട്ടു. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു എററാണ് വരുന്നതെങ്കിൽ ചിലപ്പം ഡ്രഗ് നെയിമിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർ മാർക്സ് അങ്ങ് തരും, അവർ വെട്ടിക്കളയത്തില്ല. പക്ഷേ ബാക്കിയുള്ള കേസസിലെല്ലാം അവർ എന്ത് ചെയ്യും, ഉറപ്പായിട്ടും നമ്മുടെ മാർക്സ് കട്ട് ചെയ്ത് കളയും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും നമ്മൾ സ്പെല്ലിങ്ങിൽ എറർ വരുത്താൻ പാടില്ല. ഇപ്പോൾ കൊളസ്ട്രോൾ നമ്മൾ കൊളസ്ട്രാളിന് എഴുതിയിട്ട് ജസ്റ്റ് ഒരു എ ഇട്ടു, അങ്ങനെ വന്നപ്പോൾ നമ്മുടെ മാർക്ക് എന്തായാലും ഇപ്പം 0 ആയിപ്പം. അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും മിസ്റ്റേക്സ് വരുത്താതിരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ആൻസേഴ്സ് ഒക്കെ എഴുതിയതിന് ശേഷം നിങ്ങൾ ആൻസർ കീമായിട്ട് ചെക്ക് ചെയ്തിട്ട് സ്പെല്ലിംഗ് തെറ്റിപ്പോയ സാധനങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകൂടെ റീറൈറ്റ് ചെയ്യുക, ഒരു പീസ് ഓഫ് പേപ്പറിൽ ഒന്ന് റീറൈറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത ഡ്രഗ് നെയിംസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത സിംറ്റംസോ അലർജീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഓഡിയോ ചെയ്തതിന് ശേഷം നിങ്ങൾ ആ വേർഡ്സ് നിങ്ങളൊരു ബുക്കിൻ്റെ ബാക്കിലോട്ട് തന്നെ എഴുതി വെച്ചോളൂ. അത് വേറെ ഏതൊരു ഓഡിയോയിൽ ആ വേർഡ്സ് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. സോ ഇത്രയേ ഉള്ളൂ ലിസണിങ് പാർട്ട്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും കമൻറ്റ് ചെയ്യുക. So thank you.